അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലെ സൽക്കാരം അതിഗംഭീരമായി കഴിഞ്ഞു. അത് എല്ലാവരും നല്ല രീതിയിൽ ഫുഡെല്ലാം കഴിച്ചു. സഹർ ബത്തൂലിനും സെയ്ത്തൂൻ ബീവിക്കും ഫർസാനക്കും ഉമ്മാക്കുമൊക്കെ ഒത്തിരി സന്തോഷമായി. സൈഫ് അറബി ശരിക്കും അവിടെയുള്ള കാഴ്ചകളെല്ലാം നോക്കിക്കണ്ടു. അതെ, മാഷാ അല്ലാ, എത്ര മനോഹരമാണ് ഈ കേരളത്തിലെ കാലാവസ്ഥ. അതെ, കേരളത്തിലെ ഈ ഒരു കൊച്ചു വീടുകളും ഈ പച്ചപ്പും എല്ലാം കൂടി കാണുമ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് കുളിരണിഞ്ഞു പോവുകയാണ്. ശരിക്കും ആ പച്ചപ്പ് നിറഞ്ഞ മരങ്ങളെയെല്ലാം സൈഫ് അറബി നോക്കിക്കണ്ടു. ഒരു നിമിഷം അദ്ദേഹം വിചാരിച്ചു, എൻ്റെ പൊന്നുമ്മയും കൂട്ടി വന്നത് നന്നായി. അങ്ങനെ അതാ അവർ അവിടെ നിന്ന് ഭക്ഷണം കാര്യങ്ങളെല്ലാം കഴിച്ചു. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഫർസാനയുടെ ഉപ്പയായ ഉസ്താദും അവരുമെല്ലാം അതാ തിരിച്ചു പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോയാലോ എന്ന് പറഞ്ഞു. എന്നാൽ സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിട്ട് തോന്നിയിരുന്നു സൈഫ് അറബിക്കൊക്കെ. മോനെ, നമുക്ക് ആ വീട്ടിലേക്ക് പോകാം, അവിടെ കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ നമ്മെ. ഉപ്പ, ഇൻഷാ അല്ലാ, തീർച്ചയായും. ഫർസാനയും സെയ്ത്തൂൻ ബീവിയും ഉമ്മയും കൂടി അത് എല്ലാവരും അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ സെയ്ത്തൂൻ ബീവി പറഞ്ഞു, അല്ലയോ സൈഫ്, എന്തൊക്കെ തന്നെയായാലും നമ്മൾ വന്നില്ലേ, വന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് സമയം കൂടി ഇവിടെ കഴിച്ചു കൂട്ടിയിട്ട്, എന്തെന്നറിയില്ല, ഇവിടുത്തെ ഈ പച്ചപ്പും തണുപ്പും തണലൊക്കെ കാണുമ്പോഴേ മനസ്സിന് വല്ലാത്തൊരു കുളിര്. അത് എ സി ഇല്ലാതെ ഇവിടെയൊക്കെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴേ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയല്ലേ. ഇൻഷാ അല്ലാ, നമ്മളിവിടെ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്കിവിടെ ഒരു വീടൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടേ നിൽക്കാം. എന്നാൽ അത് കേട്ടുകൊണ്ട് ഉസ്താദ് പറഞ്ഞു, അല്ല, വീട് സെറ്റാക്കേണ്ട ആവശ്യം ഇപ്പം എന്താ, വീടുണ്ടല്ലോ, പിന്നെ എന്തിനാ സെറ്റാക്കുന്നത്? അല്ല, ഞങ്ങളൊരു വലിയ ഫാമിലി അടക്കമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ കേരളത്തിൽ കുറച്ചങ്ങ് നിൽക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ഈ സമയം അതാ സീനത്തിൻ്റെ ഉപ്പയും ആങ്ങളെയും, അത് എപ്പോഴാണ് നിങ്ങൾ അങ്ങോട്ട് വരിക? ഇൻഷാ അല്ലാ ഞങ്ങൾ വരാം, എന്തായാലും ടൈം ഉണ്ടല്ലോ. അങ്ങനെ അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പിരിഞ്ഞു തുടങ്ങി. സീനത്തിൻ്റെ ആങ്ങൾ ഷെഫി ഉസ്താദിനോട് പറഞ്ഞു, ഷെഫി, എന്നാൽ ഞങ്ങളങ്ങോട്ട് പോവാണോ? അത് എപ്പോഴും വരിക കുഞ്ഞിനെ കാണാൻ? ഇൻഷാ അല്ലാ വരാം, വൈകാതെ തന്നെ. അത് പറയുമ്പോൾ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറയുന്നത് അതെ ആങ്ങളെ ശ്രദ്ധിച്ചു. അങ്ങനെ അത് അവർ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവുകയാണ്. എല്ലാവരും വരിട്ടോ അങ്ങോട്ട്, ഇൻഷാ അല്ലാ. അങ്ങനെ അത് ഒരു ടീം അങ്ങ് പോയി. എന്നാൽ ഇനി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ടീം നമ്മുടെ സൈഫ് അറബിയും ഭാര്യമാരും ഉമ്മയുമാണ്. എന്നാൽ ഒരു നിമിഷം സൈഫ് അറബിയോട് ഉമ്മയും പറഞ്ഞു, മോനെ ഇപ്പം തന്നെ പോകണോ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? എന്തെന്നറിയില്ല, ഷെഫി ഉസ്താദിൻ്റെ ആ കൊച്ചു വീട് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും, സൈഫ് അറബിക്കും അതുപോലെ തന്നെയാണ്. പക്ഷേ ആ ഉമ്മയും ഉപ്പയും വിളിക്കുന്നുണ്ട്, അപ്പം പിന്നെ പോകാതിരിക്കാനും പറ്റൂലല്ലോ. എന്നാൽ പിന്നെ ഞങ്ങളൊന്ന് അങ്ങോട്ട്, ഷെഫി, ഞങ്ങൾ എന്നാൽ ഫർസാനയുടെ വീട്ടിലേക്ക് പോട്ടെ, അവർ വിളിക്കണം, വെയിറ്റ് ചെയ്യാണേ, അപ്പോൾ കാത്തിരിക്കുന്നുണ്ട് ആരൊക്കെയെന്നൊക്കെ പറഞ്ഞത്. എന്നാൽ അത് കേട്ടപ്പോൾ സൈഫ് അറബിയും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ, എന്ന് നമുക്ക് കാണാം, നമുക്ക് എവിടെയെങ്കിലും വെച്ചൊക്കെ നല്ല രീതിയിലൊന്ന് കൂടാം. അതല്ല ഷെഫിയുടെ കുഞ്ഞ്, ഒരു നിമിഷം അത് കേൾക്കുമ്പോൾ അവൻ്റെ മുഖം വാടുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ കാണാൻ അത്യധികം ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ, അവിടെ എത്തുമ്പോൾ ഞാൻ സീനത്തിന് എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൻക്ക്. സത്യം പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കനലായിട്ട് അതിങ്ങനെ എരിയുന്നുണ്ട്. സാരല്ല, അള്ളാഹു എനിക്ക് അതിനേക്കാൾ നല്ലത് തന്നല്ലോ, അതും അൽഹംദുലില്ലാ റഹ്മാനെ വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, എൻ്റെ പെണ്ണ് സഹർ ബത്തൂൽ ഇപ്പോൾ ഗർഭിണിയുമാണ്. അള്ളാഹുവേ, അൽഹംദുലില്ലാ, മാഷാ അല്ലാ. എന്നാൽ അതാ സൈഫ് അറബിയുടെ നിർദ്ദേശപ്രകാരം അവർ അതാ നേരെ ഫർസാനയുടെ വീട്ടിലേക്ക് പോകുന്ന തിരക്കിലാണ്. ഫർസാനക്കാണെങ്കിൽ വീടെത്തുവാൻ വേണ്ടി കൊതിക്കുന്നുണ്ട്. മോളെ, എന്നാൽ പോയാലോ? മോനെ സൈഫ്, എന്നാൽ നമുക്ക്. അങ്ങനെ അതാ അവരെല്ലാവരും കൂടി തിരിച്ചു പോവുകയാണ്. സത്യം പറഞ്ഞാൽ അത് സഹർ ബത്തൂലിനെ
അവരെല്ലാവരും പോവാന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു ടെൻഷനുണ്ട്. എങ്കിലും അവൾ ഓർത്തു, എന്താ ടെൻഷൻ എടുക്കണ്, എൻ്റെ ജീവൻ ഇവിടെ ഉണ്ട്, എൻ്റെ ഷെഫി ഉസ്താദ് ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ഇപ്പം എന്താ. അത് മാത്രമല്ല, എൻ്റെ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയും ഇവിടെ ഉണ്ട്, അതിനേക്കാളും വലിയ സന്തോഷം അതിപ്പോൾ എന്താ. സഹർ ബത്തൂലിനെ അത് മതിയല്ലോ. അതെ, ഭാഗ്യം ചെന്ന തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെ നോക്കാനുള്ള അവസരം അത് ലഭിച്ചതിൽ സഹർ ബത്തൂലിന് വല്ലാത്ത സന്തോഷമായിരുന്നു. അങ്ങനെ അതാ സെയ്ഫ് അറബിയും ജെയ്ത്തൂൻ ബീവിയും ഫർസാനയും ഉമ്മയുമെല്ലാം പുറപ്പെടുന്നു. അത് ആ കുഞ്ഞിനെ കളിപ്പിച്ച് കൊതി തീർന്നില്ല. എന്നാൽ ജെയ്ത്തൂൻ ബീവി പറഞ്ഞു, മോളെ വിഷമിക്കണ്ട, മോൾക്ക് ഒരു കുഞ്ഞ് ഉണ്ടാകാൻ നിൽക്കുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടല്ലോ പൊന്നു മോൾക്ക്. എന്തൊക്കെ തന്നെയാലും വല്ല റാഹത്തായി കഴിയട്ടെ മോളെ. അതെ, സഹർ ബത്തൂലിനെ കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ നൽകിയിട്ട് അതാ ജെയ്ത്തൂൻ ബീവി അവരുടെ കൂടെ കാറിലേക്ക് കയറി. അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ വീടാകെ ഒരു ശാന്തത. അതെ, ആ ഒരു കൊച്ചു വീട് അത് സഹർ ബത്തൂലിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് പതിഞ്ഞു. അതെ, ശരിക്കും എത്ര മനോഹരമാണ്. അവൾ അതെല്ലാം നോക്കിക്കാണുമ്പോൾ പെട്ടെന്ന് ഷെഫി ഉസ്താദ് അങ്ങോട്ട് വന്നു. ബത്തൂൽ, ആ എങ്ങനെയുണ്ട് എൻ്റെ വീട്? മോൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും, പഠിച്ചോനെ ഇത്രക്കൊരു ദാരിദ്ര്യം നിറഞ്ഞ ആളെയാണോ ഞാൻ കല്യാണം കഴിച്ചത് എന്നുള്ളത്. എന്നാൽ പെട്ടെന്ന് തന്നെ ബത്തൂൽ ഉസ്താദിൻ്റെ വായ പൊത്തി. നോ, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും നല്ല സ്വർഗമെന്ന് തോന്നുന്നത് ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ. എന്തിനാണ് വലിയ കൊട്ടാരങ്ങളും വലിയ വീടുകളൊക്കെ? ഒരു കൊച്ചു വീട്, അത് സമാധാനത്തോടെയുള്ള വീട്, അതും ഈ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തിനുള്ളിലെ ഈ ഒരു കൊച്ചുകുടിൽ കാണുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ഒരു കൊച്ചു വീട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഉസ്താദേ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താടി? അതായത് നമുക്കിവിടെ അങ്ങ് കൂടിയാലോ? എന്നാൽ ഷെഫി ഉസ്താദ് ഒരു നിമിഷം, എൻ്റെ ബത്തൂൽ, നിനക്ക് അങ്ങനെ ആഗ്രഹമാണോ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് കൂടാം, എന്നിട്ട് തന്നെ നമ്മൾ ഗൾഫിലേക്ക് പോകുന്നുള്ളൂ. അത് ആ മരുഭൂമിയും ആ സിയും ഈത്തപ്പഴ മരങ്ങളും അതൊക്കെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള കാലാവസ്ഥയും കാര്യങ്ങളാണ് കേരളത്തിൽ. എന്താ, എൻ്റെ പെണ്ണിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടോ? അതെ, ഇഷ്ടപ്പെട്ടു. എന്നാൽ ഷെഫി ഉസ്താദ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് അതാ ആ റൂമിലേക്ക് പോയി. ബത്തൂൽ, വാ, ഇവിടെ വരൂ. ഇതാണ് എൻ്റെ കൊച്ചു റൂം. ഇത് നീ കണ്ടോ? ഇത് അങ്ങയുടേതായിരുന്നോ? ഞാൻ ഒരു നോട്ടം കണ്ടിരുന്നു. മാഷാ അല്ലാ. അതെ, ഈയൊരു റൂമെന്ന് വെച്ചാൽ ഇതിൽ വലിയ 5 അടി 6 അടി കട്ടിലല്ല ഉള്ളത്. അത് വെറും 3-4 അടി കട്ടിൽ മാത്രമാണ്. അതായത് ചെറിയ കട്ടിൽ. എനിക്കും എൻ്റെ പെണ്ണിനും കിടക്കാൻ ഇത് തന്നെ ധാരാളമല്ലേ? നമുക്ക് 2 പേർക്കും ഇത് തന്നെ പോരെ? സത്യമായിട്ടും അങ്ങയുടെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊച്ചു കുടിലാണെങ്കിലും ഒരു ഓലക്കീറി ചാരി വെച്ചിട്ടാണെങ്കിലും അങ്ങയുടെ കൂടെ കഴിയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയിപ്പോൾ വീടല്ല എങ്കിലും എനിക്ക് അങ്ങയുടെ നെഞ്ച് മാത്രം മതി. പ്രിയപ്പെട്ട ബത്തൂലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം ഷെഫി ഉസ്താദ് വിചാരിച്ചു പോയി, റബ്ബേ, എത്ര വലിയ കോടീശ്വരിയാണ്. എനിക്ക് വേണ്ടി എല്ലാ ത്യാഗം സഹിക്കാനും അവൾ തയ്യാറാണ്. പെട്ടെന്ന് സഹർ ബത്തൂൽ ഉസ്താദിനോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താടി? പിന്നെ നമുക്കൊരുപാട് വലിയ സ്വത്തുകളും വലിയ കൊട്ടാരവും തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അതെല്ലാം പരിശുദ്ധ ദീനിന് വേണ്ടി നമുക്ക് സ്വതക്ക ചെയ്യാം. എന്താ, എന്നിട്ട് നമുക്കൊരു കൊച്ചു കുടിലിൽ, അതായത് ഇവിടെ തന്നെ താമസിച്ചാലോ? ശരിക്കും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാക്കുകൾ കേട്ട ഉസ്താദ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ബത്തൂൽ, എൻ്റെ പെണ്ണ്, എൻ്റെ പെണ്ണിൻ്റെ മനസ്സ് ഇത്രമാത്രം ക്ലിയറാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അള്ളാഹുവിനെ ഭയമുള്ള കുഞ്ഞാണല്ലേ നീ? എൻ്റെ പെണ്ണെ, സത്യമായിട്ടും ഞാൻ പടച്ച റബ്ബിനോട് എങ്ങനെ ശുക്ർ ചെയ്യണം എനിക്കറിയുന്നില്ല. അൽഹംദുലില്ലാ, അത് നിന്നെപ്പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയല്ലോ, അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം. ഷെഫി ഉസ്താദ് വല്ലാതെ അങ്ങ് പടച്ച റബ്ബിനെ സ്തുതിച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ, മോനെ ഉമ്മ വിളിക്കുന്നു. ഒരു നിമിഷം, ഉമ്മ വിളിക്കുന്നു, ഞാൻ പോയി നോക്കാം.
എന്ന് പറഞ്ഞുകൊണ്ട് ബത്തൂല്, യാ ഉമ്മി, മോളെന്തിനാ വന്നത്? മോൾക്ക് റെസ്റ്റ് എടുത്തുവരായിരുന്നോ? ഞാൻ മോനെ വിളിച്ചതായിരുന്നു. ആ അതെ, മോനെ കാണാൻ വേണ്ടിയിട്ട് ഒരാളിവിടെ എത്തിയിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടായിരുന്നു. ഉമ്മ, ഉമ്മ എന്തെങ്കിലും ഹെൽപ്പ്? എൻ്റെ പൊന്നു മോളെ, ഇതുവരെ തീയും വെള്ളമൊന്നും ശരിക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ടൊന്നും അടുക്കളയിലേക്ക് ഇറങ്ങാത്ത പൊന്നു മോളെ, ഞാൻ മോളെ കൊണ്ട് ഈ പണിയെടുപ്പിക്കുമോ? ഈ ഒരു വിറകടുപ്പിൽ മോളെ കൊണ്ട് വിറക് വെച്ച് ഞാൻ കത്തിപ്പിക്കുമോ? ഒരിക്കലും ഇല്ല മോളെ. അതെ, ഈ കൈകൾ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ ഞാൻ നോക്കൂലേ? എൻ്റെ പൊന്നുമോൾ ഒരിക്കലും ഒന്നും ചെയ്യാനൊന്നും വേണ്ടട്ട ഉമ്മ. എനിക്ക് സന്തോഷമേ ഉള്ളൂ ഉമ്മ. എൻ്റെ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയല്ലേ നിങ്ങൾ? അത് നിങ്ങളെ നോക്കലേ എൻ്റെ ബാധ്യതയാണ്. അതെൻ്റെ കടമയാണ്. അതെനിക്ക് നിർവഹിക്കുക തന്നെ വേണം. എൻ്റെ പൊന്നു മോളെ, ഗൾഫിൽ നിന്ന് അറബി പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവന്നിട്ട് ഇപ്പം നാടൻ വീട്ടിൽ നാടൻ പണി എടുക്കുക. എൻ്റെ റബ്ബേ, എൻ്റെ പൊന്നു മോളെ, ഒന്നും വേണ്ട. ഉമ്മാക്ക് ഈ ഒരു സ്നേഹം മാത്രം മതി കേട്ടോ. ഒരു നിമിഷം ഉമ്മ സീനത്തിനെ കുറിച്ച് ഓർത്തു. അതെ, പനിച്ച് വിറച്ച് കിടക്കുന്ന സമയത്തിൽ അതെ ഒരു തുള്ളി വെള്ളം പോലും തരാതെ, ഒരു ഗുളിക പോലും തരാതെ അത്യധികം കഷ്ടപ്പെടുത്തിയ ആ ഒരു നിമിഷം ഓർത്തു. അല്ലാഹ്, എത്ര പെട്ടെന്നാണ് വിധിയൊക്കെ മാറി മറിഞ്ഞത്. ഇപ്പോൾ ഇതാ എനിക്ക് വേണ്ടി എല്ലാത്തിനും തയ്യാറായിക്കൊണ്ടൊരു പെൺകുട്ടി വന്നിരിക്കുന്നത്. അള്ളാഹുവേ പഠിച്ചോനെ, നീ എത്ര കാരുണ്യവാനും കരുണാനിധിയുമാണ്. ഷെഫി ഉസ്താദിൻ്റെ വീട്ടിൽ കഴിയുന്ന ആ അറബി പെൺകുട്ടിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് തോന്നുന്നത്. ആ ഉമ്മയുടെ കൂടെ ഇരിക്കണം, ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യണം. അതെൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയല്ലേ, അതുകൊണ്ട് തന്നെ നല്ലോണം നോക്കണം. എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെ, ഉമ്മ നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടില്ലേ, നമുക്ക് ഇനി ഞാനും ഉമ്മയെ വേണ്ട പൊന്നുമോളി. ഈ കൊച്ചു കുടിലിൽ ഒരു വിറകടുപ്പ്, അതൊരു മണ്ണിൻ്റെ അടുപ്പ്. അതെ, അതിലൊരു നാഴി അരി വെക്കാനും ഒരു കൂട്ടാനും ഒരു മീനും ഉണ്ടാക്കാനൊക്കെ മോളെ ഉമ്മാക്ക് പണിയില്ല കേട്ടോ. അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ എന്താ? എൻ്റെ പൊന്നു മോള് ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. മോൾക്ക് എന്താണ് വേണ്ടത് അത് ഉമ്മ ഉണ്ടാക്കി തരും. സത്യം പറഞ്ഞാൽ ഉമ്മയുടെ ആ സ്നേഹം കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വരെ ഇത്ര അധികം തന്നെ കൊഞ്ചിച്ച് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എൻ്റെ ഉമ്മ നല്ലോണം നോക്കിയിട്ടുണ്ട്. പക്ഷേ അറബികളല്ലേ, ഇത്രമാത്രം ഇങ്ങനെ കൊഞ്ചി സംസാരിക്കൂലല്ലോ എന്ന് വരെ അവൾക്ക് തോന്നിപ്പോയി. എന്നാൽ ആ ഉമ്മയുടെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ അവൾ അത് നോക്കി നിന്നു. എന്നാൽ ഷെഫി ഉസ്താദിനെ കാണുവാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിരുന്നു. യാ ഷെഫി, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? വന്നു എന്നറിഞ്ഞപ്പോൾ വന്നതാണ്. മാഷാ അല്ലാഹ്, എല്ലാം അറിഞ്ഞു, റാഹത്തായി. എന്തായാലും ഒരു അറബി പെൺകുട്ടിയെയും കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അല്ല, ഞാൻ നിന്നോടൊന്ന് സമ്മതം ചോദിക്കട്ടത് വിചാരിച്ച് നിൽക്കണം. എൻ്റെ ഭാര്യയും എൻ്റെ പെങ്ങന്മാരൊക്കെ പറയുന്നുണ്ട്, ഒന്ന് കാണാൻ പറ്റുമോ, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും. നമ്പറാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെയായിട്ട് അതിനെന്താ, കൊണ്ടുവന്നോളൂ. അങ്ങനെ അതാ നമ്മുടെ സെഹർ ബത്തൂലിനെ കാണുവാൻ വേണ്ടിയിട്ട് ആളുകൾ വരാൻ വേണ്ടി ചോദിക്കുകയാണ്. എന്നാൽ ഒരു നിമിഷം ഉമ്മ പറഞ്ഞു, മോളെ കാണാൻ വരുന്നതിനൊന്നും കുഴപ്പമില്ല, ഉമ്മാൻ്റെ കുട്ടി ആ മുഖമൊന്ന് മറച്ചേക്കണേ. അതെ, വെട്ടിത്തിളങ്ങുന്ന മനോഹരമായ ആരെയും ആകർഷിപ്പിക്കുന്ന സെഹ്റ ബത്തൂലിൻ്റെ ആരാരും കാണാത്ത മുഖം. ഇതുവരെ ആരും ഒരു അന്യപുരുഷനും കണ്ടിട്ടില്ല ആ മുഖം. അത് അവൾ നിഖാബ് ധരിച്ചുകൊണ്ട് മാത്രമായിരുന്നു നടന്നിരുന്നത്. ഗൾഫിൽ നിന്നാണെങ്കിൽ പുറം ലോകവും അവൾ കണ്ടിട്ടില്ല. ഒരു കാലത്ത് തീരെ കണ്ടിട്ടില്ല. അന്ന് ഷെഫി ഉസ്താദ് മാത്രമായിരുന്നല്ലോ കൊണ്ട് നടന്നിരുന്നത്. പിന്നീട് അള്ളാഹു കാഴ്ച തന്നതിന് ശേഷവും ഒരു തെറ്റും ഒരു ഹറാമും കണ്ണുകൊണ്ട് അവൾ കണ്ടിട്ടില്ല. ഉമ്മാക്ക് അല്പം ഭയം തോന്നിയിരുന്നു. റബ്ബേ പഠിച്ചവനെ കാത്തുരക്ഷിക്കണേ, കണ്ണേറ് സിഹിർ എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. അത് പഠിച്ചവനെ എൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കരുതേ അല്ല, അത് ഈ ഗർഭിണിയായ അവസ്ഥയിൽ. എന്നാൽ പെട്ടെന്ന് ഉമ്മയുടെ അടുത്തേക്ക് ഷെഫി ഉസ്താദ് വന്നു. ഉമ്മ, അത് ബത്തൂലിനെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നു മോനെ, അതിപ്പോൾ എനിക്ക് പേടിയാണെടാ. എന്താ ഉമ്മ, കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അറബി കുട്ടി എന്നൊക്കെ പറയുമ്പോൾ? ഒന്നുമില്ല പഠിച്ചവനെ, എൻ്റെ കുട്ടി റബ്ബിൽ ഫലക്കൊന്ന് ചൊല്ലി ഊതി കൊടുക്ക് കേട്ടോ. പഠിച്ചവനെ, നീ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അള്ളാഹുവേ റഹ്മാനെ, നീ കാത്തുരക്ഷിക്ക് തമ്പുരാനെ. നമ്മുടെ ബത്തൂരിനെ കാണുവാൻ വേണ്ടി എല്ലാവർക്കും വല്ലാത്ത ആകാംക്ഷയായി. തൊട്ടപ്പുറത്തുള്ള അയൽവാസികളൊക്കെ പറഞ്ഞു, അതേ നമ്മൾ ഷെഫി ഉസ്താദ് ഇല്ലേ, അതൊരു ദുബായ് പെൺകുട്ടിനെ കെട്ടിക്കൊണ്ട് നിൽക്കണ് അറബിച്ച് പെൺകുട്ടിയാണത്രേ. ആണോ? മാഷാ അല്ലാ, കാണാൻ പറ്റുമോ?
എല്ലാവർക്കും അവളെ ഒന്ന് കാണുവാൻ തിടുക്കമായി. അങ്ങനെ അത് ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ഓരോ പെണ്ണുങ്ങൾ വന്നു തുടങ്ങി. ശരിക്കും അവളെ കണ്ടപ്പോൾ എല്ലാവരും നോക്കി നിന്ന് പോയി. ഓരോന്ന് ചോദിച്ചു. പക്ഷേ അറബി, കുറച്ചൊക്കെ മലയാളം അതൊക്കെ അവൾ ഒപ്പിച്ച് അങ്ങനെ പറഞ്ഞു. ഇംഗ്ലീഷും മലയാളമൊക്കെ ഷെഫി ഉസ്താദിൻ്റെ കൂടെ നിന്നിട്ട് കുറച്ചൊക്കെ മലയാളം അവൾ പഠിച്ചെടുത്തിരുന്നു. അല്ലെങ്കിലും പഠിക്കാൻ അവൾ ഉഷാറ് തന്നെയാണല്ലോ. മാഷാ അല്ലാ. അങ്ങനെ അത് നമ്മുടെ ഷെഫി ഉസ്താദ് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കിട്ടാത്ത വാക്കുകൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനനുസരിച്ച് അതാ അവൾ എല്ലാവരോടും മറുപടി പറയുന്നു. പക്ഷെ ഉമ്മയുടെ മനസ്സിൽ പേടിയായിരുന്നു. റബ്ബേ, ഒന്നും സംഭവിക്കരുതേ അല്ലാ. അത് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ എല്ലാവരും വരുന്നത്. എന്നാൽ വരുന്നവർക്കെല്ലാം അതാ അവിടെ ചായയും കടിയും എല്ലാം ഷെഫി ഉസ്താദ് റെഡിയാക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ട്. എന്നാലും എല്ലാവരും വിചാരിച്ചു ആ കൊച്ചു കുടിലിലേക്ക് ഒരു അറബി പെണ്ണ് വരിക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെ അല്ലേ. അതെ, കൊച്ചു കുടിലാണെങ്കിലും എടി അവിടുത്തെ ഷെഫി ഉസ്താദ് അവരെന്ന് പറഞ്ഞാൽ ഇൽമിൻ്റെ നിറകുടമാണ്. അതെ, അറിവിൻ്റെ ഏതറ്റം വരെ എത്തിപ്പിടിക്കുവാനും അദ്ദേഹം തയ്യാറാണ്. ഹാഫിളാണ്. അതെ, ദീനിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും വളരെയധികം ബഹുമാനവും. എന്നാലും മൂപ്പർക്ക് വേറൊരു കുട്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയും പല അഭിപ്രായങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ ഉമ്മ ഷെഫി ഉസ്താദിനോട് പറഞ്ഞു, മോനെ നമുക്ക് കുഞ്ഞിനെ കാണാൻ പോവണ്ടേ. അത് കേട്ടപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ മുഖം ഒന്ന് സന്തോഷിച്ചുവെങ്കിലും അത് പെട്ടെന്നങ്ങ് വാടുകയും ചെയ്തു. മോൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, വാ നമുക്ക് പോകാം. കുഞ്ഞിനെ കാണുവാൻ വേണ്ടിയിട്ട് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. എന്നാൽ ആ സമയവും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. സെഹ്റ ബത്തൂലിനോട് ഒന്ന് സലാം പറയുവാനും ഒന്ന് കാണുവാനും. അതും ഹാഫിലത്തായ ഒരു പെൺകുട്ടിയാണ് അവൾ. അതെ, അവളുടെ കൈ പിടിച്ചൊന്ന് മുത്തുവാനും എല്ലാവർക്കും വല്ലാത്തൊരു കൊതി തോന്നി. ഇനി അവർ പോകുന്നത് അത് കുഞ്ഞിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാ, നമുക്ക് കുഞ്ഞിനെ കാണുമ്പോൾ എന്തായിരിക്കും ഷെഫി ഉസ്താദിൻ്റെ അവസ്ഥ, സെഹർ ബത്തൂലിൻ്റെ അവസ്ഥ, നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്താട്ടോ. പരിശുദ്ധമാക്കപ്പെട്ട ദിവസമാണല്ലോ ഇന്നൊക്കെ കേട്ടോ. എല്ലാവരും ഇൻഷാ അല്ലാ നിങ്ങളെയൊക്കെ ഞാൻ ദുആയിൽ ഉൾപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത നൽകട്ടെ. നമുക്ക് മരണം ഹൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റബ്ബി റഹ്മകമാ റബ്ബിയാനി സഗീറാ. മരണപ്പെട്ടവർക്കൊക്കെ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. അത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.